ഇന്നത്തെ കാലത്ത് ലോണുകൾ എടുക്കാത്തവർ വളരെ വിരളമാണ്. എന്നാൽ വായ്പകൾക്കായി ഈട് നൽകേണ്ടി വരുന്നതും ഉയർന്ന പലിശ നിരക്കും ഒക്കെ ആവശ്യക്കാരെ നിരാശരാക്കുന്നു. എന്നാൽ ഈടൊന്നും നൽകാതെ 20 ലക്ഷം രൂപ വരെ നൂലാമാലകളൊന്നും തന്നെ ഇല്ലാതെ എളുപ്പത്തിൽ വായ്പകൾ ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ PMMY പദ്ധതിയിലൂടെയാണ് ഈടില്ലാതെ 20 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുക. മുൻപ് ഈ പദ്ധതി വഴി നൽകിയിരുന്നത് പരമാവധി 10 ലക്ഷം രൂപ വരെയായിരുന്നു. എന്നാൽ മൂന്നാം മോദി സർക്കാരിന്റെ ഇക്കഴിഞ്ഞ ആദ്യ സാമ്പത്തിക ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുദ്രാ ലോൺ വായ്പകൾ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി ഉയർത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു. മുദ്രാ ലോണിന് 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണവ. ശിശു ലോണിൽ പരമാവധി 50,000 രൂപ വരെയാണ് വായ്പയായി ലഭിക്കുക. കിഷോർ ലോണിൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. തരുൺ ലോൺ പ്രകാരം 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. എന്നാൽ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ മുദ്രാ വായ്പ 20 ലക്ഷമായി വർദ്ധിപ്പിച്ച പ്രകാരം തരുൺ വിഭാഗത്തിലാണ് ഈ വർധനവ് വരുത്തുക. കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായേ മുദ്രാ ലോൺ നൽകുകയുള്ളൂ. ഓട്ടോറിക്ഷ വാങ്ങുക, ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സികൾ വാങ്ങുക തുടങ്ങിയവയ്ക്കൊക്കെ മുദ്രാ ലോൺ ഉപയോഗിക്കാം. ഇതിനു പുറമെ കൂൾ ബാർ, സലൂൺ, ജിം, ബ്യൂട്ടി പാർലർ, തയ്യൽക്കട, ബൈക്ക് റിപ്പയർ ഷോപ്പ്, ഫോട്ടോ കോപ്പി കട, മെഡിക്കൽ ഷോപ്പ്, കൊറിയർ സർവീസ്, ഡ്രൈ ക്ലീനിംഗ് സെന്റർ എന്നിവയ്ക്കും മുദ്രാ ലോൺ ലഭിക്കും. ഡയറി ഫാം, ആട്, കോഴി, പശു ഫാമുകൾ തുടങ്ങിയവയ്ക്കായും മുദ്രാ വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാണ് മുദ്രാ വായ്പകൾ നൽകി വരിക. 50,000 രൂപ വരെയുള്ള ശിശു വായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ മുൻഗണന നൽകുന്നുണ്ട്. ചെറിയ തുകകൾ എത്തിച്ചുകൊണ്ട് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വളരെ ലളിതമായ അപേക്ഷാ രീതിയാണ് മുദ്രാ ലോണിൽ ഉള്ളത്. ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ ബ്രാഞ്ച് സന്ദർശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് വേണ്ട രേഖകളോടൊപ്പം സമർപ്പിക്കണം. ആധാർ കാർഡ്, പാൻ കാർഡ്, സ്ഥിര മേൽവിലാസവും ബിസിനസ് മേൽവിലാസവും തെളിയിക്കുന്ന രേഖകൾ, ഫോട്ടോ, സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും നൽകണം. നിലവിൽ ബാങ്ക് വായ്പകൾ ഉണ്ടെങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കണം. നിലവിലുള്ള സംരംഭത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അവസാന വർഷത്തെ ഫൈനൽ അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് നൽകണം. 50,000 വരെയുള്ള ശിശു വായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്ക് ടാർജറ്റ് നൽകിയിട്ടുണ്ട്. അതിനാൽ ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്കുകൾ വഴി നൽകി വരുന്നത്. മുദ്രാ ലോണിന് എല്ലാ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഒരേ പലിശ നിരക്കല്ല വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നതിന് മുൻപ് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് കുറവ് പലിശയുള്ള ബാങ്കിൽ നിന്നും ലോണിനെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പൊതുമേഖലാ ബാങ്കുകൾ, പ്രാദേശിക റൂറൽ ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, NBFCകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ പദ്ധതി അനുസരിച്ചുള്ള ലോൺ ലഭിക്കുന്നതാണ്. മുദ്രാ വായ്പകൾക്ക് സബ്സിഡികൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കുവാൻ തടസ്സമില്ല. മുദ്രാ ലോണിന് 84 മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധി ഉണ്ട്. നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിന് മുദ്രാ ലോൺ തുകയോടൊപ്പം നിങ്ങളുടെ വിഹിതവും വേണ്ടതുണ്ട്. അതിനാൽ ശിശു ലോണിന് അപേക്ഷിക്കുമ്പോൾ 5% നിങ്ങളുടെ വിഹിതം ഉണ്ടായിരിക്കണം. കിഷോർ വിഭാഗം ലോൺ, അതായത് 5 ലക്ഷം വരെയുള്ള ലോണിന് അപേക്ഷിക്കുന്നവർക്ക് 10% മാർജിൻ നൽകേണ്ടി വരും. തരുൺ ലോണിന് അപേക്ഷിക്കുന്നവർ 25% വരെ സംരംഭകന്റെ വിഹിതമായി എടുക്കേണ്ടി വരും. വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് ആ തുക അടങ്ങുന്ന റുപ്പേ കാർഡാണ് വായ്പകൾക്ക് നൽകുക. ഓൺലൈനായും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അസംസ്കൃത സാധനങ്ങൾ, മെഷീനറികൾ മറ്റും വാങ്ങുന്നതിനും ഇത് സൗകര്യപ്രദമാകും. ഈ കാർഡ് ATM വഴി തുക ക്യാഷായി പിൻവലിക്കുന്നതിനും ഉപയോഗിക്കാം. ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ കുടിശ്ശികക്കാരായവർക്ക് ലോൺ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടും. സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വായ്പ ആയതിനാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസിലോ ബന്ധപ്പെട്ടാൽ മുദ്രാ ലോൺ ലഭിക്കുന്നതിനുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയുവാൻ സാധിക്കും. ചെറുകിട തൊഴിലാളികൾക്കും കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ആശ്വാസകരമായ പ്രഖ്യാപനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ച മുദ്രാ ലോൺ 10 ലക്ഷം എന്നത് 20 ലക്ഷമാക്കി ഉയർത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.